ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഋത്വിക പാർക്കുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആട്ടിറച്ചി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അതിൻ്റെ കുടൽ ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം പലവരും അത് വാങ്ങാറില്ല അല്ലേ. എന്നാൽ ഒട്ടും മടുപ്പില്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ കുടൽ വെളുപ്പിച്ചെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക, സ്കിപ്പ് ചെയ്യാതെ. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ആടിനെ നമ്മൾ വെട്ടിയിട്ട് അങ്ങനെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ കുറച്ച് അവരൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും തരിക. ഇതിവിടെ ഒരു അമ്പലത്തിൽ ആട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുടൽ വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലീനൊന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതേപടി എടുത്തിട്ട് വന്നതായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ച് ക്ലീൻ ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവർ നമുക്ക് തരുമായിരുന്നു. പക്ഷേ ഇത് ഡയറക്റ്റായി പോയി നമ്മൾ വാങ്ങിയത് കൊണ്ട് അവർ അങ്ങനെയൊന്നും ചെയ്തു തരില്ല കേട്ടോ. നമ്മൾ തന്നെ വീട്ടിൽ വന്ന് ചെയ്യണം. നമ്മ അടുത്തത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കുടലാണ് കേട്ടോ. ഇപ്പോൾ കുടൽ അതോ കണ്ടില്ലേ, പാമ്പ് പോലെ ഉണ്ട് സാധനം. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പം അത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അത് കണ്ടില്ലേ, ഈർക്കൊലി കൊണ്ടാണ് നമ്മൾ ഇളുങ്കോല് എന്നൊക്കെ പറയും. ഈർക്കൊലി കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഉള്ളിക്ക് നന്നായി കയറ്റിക്കൂടെ ഈ ഹോളിൽ കൂടെ മുറിച്ചിട്ട് ആ ഓട്ടയിൽ കൂടെ നമ്മൾ ഫുള്ളായിട്ട് അതൊന്ന് നമ്മൾ അകത്തേക്ക് കയറ്റി കൊടുക്കുക. വലിയൊരു ഈർക്കൊലി എടുത്തിട്ട് അത് മുഴുവനായും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം വലിച്ചെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വലിച്ചെടുത്താൽ അതിൻ്റെ ഉള്ളിൽ കാഷ്ടം അതേപോലെ എല്ലാ വേസ്റ്റുകളും വരും കേട്ടോ. ഒന്ന് അമർത്തിയിട്ടൊന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം കേട്ടോ. എനിക്ക് സംഭവം അറിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ തന്നെയാണ് ചെയ്തത്. പക്ഷെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് വലിയ ടാസ്ക്. ഈ പുറംതോടാണ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നത് ചുണ്ണാമ്പാണ് കേട്ടോ. ചുണ്ണാമ്പ് കലക്കിയിട്ട് നന്നായി, വെള്ളമല്ല, ഇത്തിരി കട്ടിയായപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിട്ട് ചുണ്ണാമ്പ് അതിലോട്ട് ചേർത്തതാണ് കേട്ടോ. നല്ല നാച്ചുറലായ ചുണ്ണാമ്പ് ഉണ്ടെങ്കിൽ അത് ഒന്ന് തേച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായി തേച്ച് പിടിക്കുക. ഞാൻ സത്യം പറഞ്ഞ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ടേയിരുന്നു, അത്ഭുതപ്പെട്ടു പോയി. ഈ സാധനം, ഈ ചുണ്ണാമ്പ് അതേപോലെ ഇതിൻ്റെ സ്മെല്ല് പോകാൻ ഇതിൻ്റെ ഒപ്പം പിന്നെ ചേർക്കേണ്ടത് വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ, ഉപ്പ്, ഈ 3 നമുക്ക് ചേർക്കാം. ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയത് എനിക്ക് ചുണ്ണാമ്പാണ് കേട്ടോ. ചുണ്ണാമ്പ് ചേർത്തപ്പോൾ തന്നെ സ്മെല്ലും കുറച്ച് പോയി, അതേപോലെ തന്നെ കളറ് വ്യത്യാസം വന്നു കേട്ടോ. പെട്ടെന്ന് എന്താ പറയുക, ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആക്കുമ്പോഴേക്കും നല്ല കളർ പോയി. പിന്നെ ഏട്ടൻ കത്തിയും കൊണ്ട് ഇനിയും ചുരണ്ടി അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഇതും കൂടി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം. അടുപ്പിൽ ചുടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നല്ല തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഇത്രയും എന്താ പറയുക ക്ലീൻ ചെയ്ത കുടൽ അതേപോലെ ഇത് എല്ലാ സാധനങ്ങളും നമ്മൾ ആട്ടിൻ്റെ ഈ ചട്ടിയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി അടച്ചിട്ട് ഒരു 15-20 മിനിറ്റ്, ഒരു അരമണിക്കൂറിൻ്റെ താഴെ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കണം. തിളച്ച വെള്ളമായതുകൊണ്ട് നന്നായി ഒന്ന് വേവുന്നവരെ ഇത്തിരി ഒന്ന് ഒരു 20 മിനിറ്റോളം അടുപ്പിൽ വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇത് കഴുകിയെടുത്ത് മുറിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വേഗം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ കിട്ടുള്ളൂ. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നതാണ്, ഏട്ടൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അല്ലാണ്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല.
അപ്പോൾ ഏട്ടൻ പറഞ്ഞു തരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്നുള്ളൂ. അങ്ങനെ 20 മിനിറ്റിന് ശേഷം അത് ചട്ടിയിൽ നിന്നൊക്കെ അടുപ്പിൽ നിന്ന് ഇറക്കി ചട്ടിയിലെ ചൂടൊക്കെ അറിയി കുറച്ച് പച്ചവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായി കഴുകിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞതായിട്ട് ഇതാ മുറിച്ചെടുക്കുന്നുണ്ടല്ലേ, നല്ല വിളവിളയെന്നായിട്ട്. അത് നേരത്തെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഇത് കണ്ടില്ലേ, ആ ചട്ടിയിൽ നിന്ന് ഇറക്കി ചൂടൊക്കെ നല്ല ചൂടറിയിട്ടില്ല, ഇളം ചൂടുണ്ട്. പിന്നെ കൈയിട്ടാൽ പൊള്ളെന്ന് പറഞ്ഞാൽ നമ്മൾ അത് എടുത്തതിന് ശേഷം പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷമാണ്, ആ ബക്കറ്റ് വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് മുറിച്ച് നമ്മൾ ഇടണത് കേട്ടോ. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ ആട്ടിൻ്റെ കുടല് ക്ലീൻ ചെയ്യാൻ. ഇത്രയും സിമ്പിളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഞാനിത് ഏട്ടൻ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുന്ന വരെയും ഞാൻ നോക്കി, ക്ലീൻ ചെയ്ത് മുറിച്ച് കഴിയുന്നത് വരെയും നോക്കിക്കൊണ്ടേയിരുന്നു. ഞാനിത് എത്രയോ വലിയൊരു സംഭവമാണ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടില്ലേ, വെളയെന്നായിട്ടുണ്ട്. കളർ നേരത്തെ എങ്ങനെയുണ്ടായിരുന്നു, ആ ചുണ്ണാമ്പിൻ്റെ ഒരു ഇതാണ്. ചുണ്ണാമ്പ്, അതേപോലെ വിനാഗിരി, ചെറുനാരങ്ങ ഇതൊക്കെ ചേർത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുടല് വൃത്തിയാക്കിയെടുക്കാം. ഇനി കുടല് കഴിക്കാൻ തോന്നിയിട്ട് ക്ലീൻ ചെയ്യാൻ മടി കാരണം വാങ്ങാതിരിക്കരുത്. കാരണം ഇപ്പം നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ ശരീരമൊക്കെ നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം ഒരു ദിവസമെങ്കിലും, ഒരു നേരമെങ്കിലും ഈ കുടല് തണുപ്പുള്ളത് നമ്മുടെ ശരീരത്ത് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ആശ്വാസമാണ്, ഏറ്റവും നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.